എൻ്റെ മോൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ ഡോക്ടർമാർ ഒന്നും പറയുന്നില്ല. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മോളും സെയിം കാർമൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് അവിടെ കുഴഞ്ഞു വീണു. ആരോ എൻ്റെ ഉള്ളിൽ പറയും പോലെ നീ മൂകാംബി പോകുമ്പോൾ നേരെ മൂകാംബിക്ക് വിട്ട്. പിന്നെ ആരുടെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. 3 ദേവികളെയും ഒറ്റ രൂപമാണ് ചണ്ഡിക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യസ്വരൂപിണി ആണ് മൂകാംബിക. മൂകാംബികയിൽ മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. ഗ്രഹണത്തിന് നടയടയ്ക്കാത്ത ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. ഇത് ദേവിയുടെ ഏറ്റവും ശക്തി സ്വരൂപിണിയായ ദേവിക്ക് എല്ലാ മൂർത്തികൾക്കും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരടക്കം നവഗ്രഹങ്ങളടക്കം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൂജാവിധി നടക്കുന്ന സ്ഥലമാണ് ശരിക്കും മൂകാംബി. അവിടെ സെക്യൂരിറ്റിക്കാർ ഒരു 3 പേര് നിൽക്കുകയാണ്. രാത്രി ഞാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ മൂകാംബിയെ പോയിട്ട് വേണം, എൻ്റെ 2 മക്കളും ICക്ക് എത്തി കിടക്കുകയാണ്, എനിക്ക് ഈ കുങ്കുമം കൊണ്ടുവന്ന് ഒരു കാരണവശാലും കയറ്റാൻ പറ്റില്ല. ഞാൻ വളരെ എന്താ പറയുക കാല് പിടിച്ച് പറഞ്ഞു നോക്കി, കയറ്റില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഓമാരി എടുത്ത് കളഞ്ഞിട്ട് കയറി ഓടി. മൂകാംബി പോയിട്ട് പ്രസാദം കൊണ്ടുവന്ന് തൊടയാണ്. എൻ്റെ മനസ്സിലറിയാം ഈ പ്രസാദം കൊണ്ട് തൊട്ടാൽ അമ്മ അവരെ രക്ഷിക്കും. ഗുഡജാത്തിൽ ചിത്രമൂല ഉപയോഗിച്ച് ഇരുന്ന് മരിക്കാം. അവിടെ ഇരുന്ന് സമാധിയായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മരിക്കാം. അല്ലാതെ എനിക്ക് തൂങ്ങിച്ചാവാനോ മറ്റേനൊന്നും. സാറേ, നവരാത്രി ദിനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരംഭിക്കുകയാണ്. അതെ. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ 209 ചണ്ഡിക ഹോമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇന്നലെയാണ് മൂകാംബികയിൽ നിന്ന് വന്നത്. അപ്പോൾ നവരാത്രിക്ക് മൂകാംബികയിലെ വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങയിൽ നിന്ന് ഈ നവരാത്രി വിശേഷങ്ങളും അല്ലെങ്കിൽ മൂകാംബികാ ദേവിയുമായി ബന്ധപ്പെട്ട അനുഭവ കഥകളും കേൾക്കാൻ താല്പര്യമുണ്ട്. ആദ്യമായിട്ട് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ 209 ചണ്ഡിഹോമം ചെയ്ത ആരും കാണൂല. കാരണം അസാധ്യമാണ്. ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ അവിടെ ഈ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് കുറേ ഇപ്പോൾ സാറ് പറഞ്ഞ ആ കഥയൊക്കെ ഞാൻ കുറേ നേരം നിന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ അത് അസാധ്യമാണ്. കാരണം 209 മാസം മുടങ്ങാതെ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു പർട്ടിക്കുലർ ദിവസം, അതായത് എല്ലാ മകൻ നക്ഷത്രത്തിനും, ആ ദിവസം പോലും മാറ്റമില്ല. മകൻ നക്ഷത്രത്തിന് അത് അല്ലാതെ എന്തെങ്കിലും പോയി അവിടെ ചെയ്തിട്ട് വരാം. പക്ഷേ അത് ചെയ്യാനായിട്ട് ദേവി അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്, അമ്മയുടെ അനുഗ്രഹമുള്ള, അല്ലാതെ ഞാൻ പോയെന്ന് മാത്രം പറയാം. ഞാനൊരു നിമിത്തം, ദേവിയുടെ അനുഗ്രഹം. ഇപ്പോൾ മൂകാംബികയിൽ ഇപ്പോൾ നവരാത്രി ഉത്സവം നടക്കുകയാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ 9 അമ്മമാരുടെ 3 അമ്മമാരുടെ 9 ദിവസം. ആദ്യം മഹാകാളിയായിട്ട് 3 ദിവസവും, മഹാലക്ഷ്മിയായിട്ട് 3 ദിവസവും, മഹാസരസ്വതിയായിട്ട് 3 ദിവസവും. ഈ 9 ദിവസമാണ് നവരാത്രി. ഈ 9 ദിവസം 3 ദേവിമാരും പ്രപഞ്ചശക്തികളായ 3 പേരുടെയും അനുഗ്രഹം സിദ്ധിക്കുന്ന സമയമാണ്. ഈ 9 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി പ്രാർത്ഥനാ നിരതരായിരിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവും. മൂകാംബികയിലുള്ള പ്രത്യേകത, അംബിക 4 അംബികമാരിൽ ഏറ്റവും ശക്തി അംബിക ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ പരാശക്തി കുടികൊള്ളുന്ന സ്ഥലമാണ്. ത്രിമൂർത്തി സംഗമത്തോടു കൂടിയിരിക്കുന്ന ത്രിമൂർത്തികൾ മൂകാംബി അമ്മയുടെ മക്കളാണ്. അതുകൊണ്ടാണ് ശിവൻ കാവലിരിക്കുകയാണ് അമ്മയുടെ മുമ്പേ. അപ്പോൾ ആണ് എല്ലാവരും പോയിട്ടുള്ളത്. ഞാൻ സ്വയംഭുലിംഗം ഫ്രണ്ട് ഇരിക്കൊണ്ട് അതിലാണ് അഭിഷേകമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വയംഭുലിംഗത്തോടു കൂടിയിരിക്കുന്ന ശിവൻ കാവലിരിക്കുന്ന അമ്മയ്ക്ക് കാവലിരിക്കുന്ന ദേവിയാണ്. ഇതൊക്കെ മൂകാംബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മൂകാംബി അമ്മയ്ക്ക് വേണ്ടി ശങ്കരാചാര്യർ ഭാരതം മൊത്തം നടന്ന് ദേവിമാരെ പൂജാവിധികൾ നിർദ്ദേശിച്ച ആളാണ്, മഠം സ്ഥാപിച്ച്. പക്ഷേ ചണ്ഡികാ ഹോമത്തിന് ചണ്ഡികയായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് മൂകാംബിയിൽ കുടികൊള്ളുന്ന സമയത്താണ്, അദ്ദേഹം തപസ് അനുഷ്ഠിച്ച് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജ്വരം ബാധിച്ചു. അപ്പോൾ ജ്വരം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔഷധം ഉണ്ടാക്കി അമ്മ തന്നെ കൊണ്ടുകൊടുത്തു. കൊണ്ടുകൊടുക്കുമ്പോൾ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മരുന്ന് കഴിക്കില്ല, നിങ്ങൾ ആരാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാം, നിങ്ങൾ ആദ്യം കുറച്ച് കുടിച്ചിട്ട് എനിക്ക് തരാൻ. അങ്ങനെ അമ്മ കുറച്ച് കയ്യിലൊഴിച്ച് കുടിച്ചിട്ട് ബാക്കി മരുന്ന് കൊടുത്തു. അതാണ് അവിടുത്തെ കഷായ തീർത്ഥം. ഈ കഷായ തീർത്ഥം കഴിക്കുന്ന ഓരോ വ്യക്തിക്കും മാരകമായ രോഗങ്ങൾ വരെ മാറിയിട്ടുണ്ട്. അത്ര ശക്തമായിട്ടുള്ള അമ്മ ഉണ്ടാക്കിയ കൂട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ശങ്കരാചാര്യരുടെ വിധിപ്രകാരമാണ് അവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം ത്വരിതപ്പെടുത്തിയത്. ഇപ്പോൾ കഥ എല്ലാവർക്കും അറിയാം. അമ്മ അവിടെ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് അമ്മ അവിടെ നിന്നത്.
ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ശങ്കരാചാര്യർ അമ്മയുടെ ശക്തി 3 ദേവികളെയും ഒറ്റ രൂപമാണ് ചണ്ഡിക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യസ്വരൂപിണി ആണ് മൂകാംബിക. 3 പേരുടെയും ഐക്യസ്വരൂപമാണ് ദേവി. അതാണ് ചണ്ഡിക. ഈ ചണ്ഡികയ്ക്ക് സാധാരണ പൂജകൾ മറ്റ് ക്ഷേത്ര ദേവിമാർക്ക് കൊടുക്കുന്ന പൂജകളിലൊന്നും ദേവി തൃപ്തിയാവില്ല. അപ്പോൾ ദേവിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അങ്ങനെ ദേവിക്ക് ചണ്ഡികാ ഹോമം ഈ 3 ദേവിമാരെയും അഗ്നിയിൽ പീഠപ്രതിഷ്ഠ നടത്തി അമ്മയെ അഗ്നിയിൽ ജ്വലിപ്പിച്ചിരുത്തിയിട്ട് 12 കിലോ അരിയുടെ പായസച്ചോറ് വെച്ച് ദേവീ മഹാത്മ്യത്തിൻ്റെ 700 മന്ത്രം ജപിച്ച് 5 പൂജാരിമാരായിട്ടിരുന്ന് മേൽശാന്തി അമ്മയ്ക്ക് 700 പ്രാവശ്യം വാരി കൊടുക്കുന്നതാണ് ചണ്ഡികാ ഹോമം. ഇത് ചണ്ഡികാ ഹോമം. ഇനി അടുത്തൊരു ചണ്ഡികാ ഹോമമുണ്ട്, നവചണ്ഡികാ ഹോമം. അതായത് നവഗ്രഹങ്ങൾ അമ്മയുടെ മക്കളാണ്. മൂകാംബികയിൽ മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, ഗ്രഹണത്തിന് നടയടയ്ക്കാത്ത ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. ലോകത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഗ്രഹണത്തിന് അടച്ചു കളയും. ഗ്രഹണത്തിന് നടയടയ്ക്കാത്ത ഒരേ ഒരു ക്ഷേത്രം. കാരണം അമ്മയ്ക്ക് ഗ്രഹണം ബാധിക്കില്ല. കാരണം എല്ലാ ഗ്രഹങ്ങളും അമ്മയുടെ മക്കളാണ്. അതുകൊണ്ടാണ് അവിടെ 365 ദിവസവും എഴുതിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല, 365 ദിവസവും എഴുതിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, വിദ്യാരംഭം കുറിക്കും. കാരണം അവിടെ മുഹൂർത്തം ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ മുഹൂർത്തങ്ങളും അമ്മയുടെ മുമ്പേ തുല്യമാണ്. അങ്ങനെ ചണ്ഡികാ ഹോമത്തിന് നവഗ്രഹ ഹോമം ചെയ്തിട്ട് ചണ്ഡികാ ഹോമം ചെയ്യും. അതായത് 9 ഹോമങ്ങൾ ഒരുമിച്ച് ചെയ്യാണ്. തലേ ദിവസം പാരായണം ചെയ്തില്ല, ഒറ്റ ഹോമത്തിൽ തന്നെയാണ്. തലേ ദിവസം 9 ഹോമത്തിൻ്റെ പാരായണം ചെയ്യും. അതിൻ്റെ ദശാംശം എടുത്ത് 700 മന്ത്രത്തിൽ പിറ്റന്ന് ചണ്ഡികാ ഹോമം ചെയ്യും. അതിൽ ആദ്യം നവഗ്രഹ ഹോമം, നവഗ്രഹങ്ങൾക്ക് ഹോമത്തിൽ കൊടുത്തിട്ടേ അമ്മ കഴിക്കുള്ളൂ. ഇത് കൊടുക്കുന്നതാണ് ചണ്ഡിക. അടുത്ത 2 ഹോമങ്ങളുള്ളത് യാഗങ്ങളാണ്. ഒന്ന് ശതചണ്ഡികാ ഹോമം, 100 ചണ്ഡികാ ഹോമം ഒരുമിച്ച് ചെയ്യും. 3 ദിവസമായിട്ട് 35 പോറ്റിമാരായിട്ട് ചെയ്യുന്നതാണ് ശതചണ്ഡികാ ഹോമം. ഞാനിപ്പോൾ കഴിഞ്ഞ 204-ാമത്തെ ചണ്ഡികാ ഹോമം ശതചണ്ഡികാ ഹോമമായിട്ട് ചെയ്യും. അപ്പോൾ ശതചണ്ഡികാ 35 പോറ്റിമാർ 3 ദിവസം. ഇത് വളരെ പാടാണ്. കാരണം ഈ 35 പോറ്റിമാരെ പൂജാരിമാരെ ഒരിടത്ത് പാർപ്പിക്കണം. അവർ വീട്ടിൽ പോകാൻ പാടില്ല. അവർക്ക് 3 ദിവസത്തെ ആഹാരം. ഈ എല്ലാ ഹോമങ്ങളും കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിൽ 120 കിലോ അരിയുടെ പായസച്ചോറാണ് ഹോമിച്ച് അമ്മയ്ക്ക് കൊടുക്കണം. അതിൽ ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഇന്ന് വരെ ലോകത്ത് ചെയ്യാത്ത, മൂകാംബിക ക്ഷേത്രത്തിൽ ചെയ്യാത്ത ഒന്നാണ്. ശതചണ്ഡി ഹോമം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, സഹസ്രചണ്ഡി ഹോമം ചെയ്തിട്ടുണ്ട്. 100-204 അമ്മമാരെ ദേവിമാരായി കൊണ്ടുവന്ന് അവിടെ ദേവിമാരായിട്ട് സുഹാസിനി പൂജ ചെയ്തു. അപ്പോൾ അത് മൂകാംബികയിലില്ല. 204 അമ്മമാർ അങ്ങനെ ഉടുപ്പിൽ നിന്നും ബാക്കി സ്ഥലങ്ങളിൽ നിന്നും വണ്ടി വിളിച്ചു കൊണ്ടുവന്നു. ബ്രാഹ്മണ സ്ത്രീകളെ തന്നെ വേണം, അല്ലാതെ ആരെങ്കിലും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ കാണാൻ പറ്റാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു അവസരമായിക്കോട്ടെ. കാരണം ഇത്രയും ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പെൻസ്, 2 ഇത് ചെയ്യാനായിട്ട് സാധ്യമല്ല സാധാരണക്കാർക്ക്. അപ്പോൾ ഇത് അഗ്നി ജ്വലിപ്പിക്കുന്നത് തന്നെ സൂര്യനിൽ നിന്നാണ് അഗ്നി ജ്വലിപ്പിക്കുന്നത് ഹോമത്തിന് ആദ്യം തുടങ്ങാനായിട്ട്. അത് കാരണം അരണി കടഞ്ഞാണ് ചണ്ഡികാ ഹോമത്തിന് തീ ഉണ്ടാക്കുന്നത്. അത്ര വലിയ ഹോമമാണ് ഇത്, യാഗമാണ്. ഓക്കെ. അപ്പോൾ ശതചണ്ഡികാ ഹോമം യാഗം. പിന്നെ ഒരു ഹോമം കൂടി ഉണ്ട്, സഹസ്രചണ്ഡികാ ഹോമം. അതായത് 7 ദിവസം 108 പോറ്റിമാർ. ഇതൊക്കെ വലിയ എക്സ്പെൻസീവാണ്. കാരണം അവരെ ഇതുപോലെ കൊണ്ടുവന്ന് ചെയ്യണം, ചെന്ന കോടികളുടെ ചെലവ് വരുന്ന പൂജയാണ്. ഇങ്ങനെ അമ്മയ്ക്ക് 4 ടൈപ്പ് പൂജകൾ ശങ്കരാചാര്യർ വിധിപ്രകാരം ചെയ്തിട്ടുണ്ട്. ഇത് ദേവിയുടെ ഏറ്റവും ശക്തി സ്വരൂപിണിയായ ദേവിക്ക് എല്ലാ മൂർത്തികൾക്കും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരടക്കം നവഗ്രഹങ്ങളടക്കം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൂജാവിധി നടക്കുന്ന സ്ഥലമാണ് ശരിക്കും മൂകാംബിക. അപ്പോൾ ഇത് അവിടുത്തെ പൂജാവിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഈ നവരാത്രിയുമായിട്ട് ഞാൻ മുമ്പ് നവരാത്രി 9 ദിവസവും മൂകാംബികയിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് തിരക്കുകൾ കൊണ്ട് അമ്മയുടെ അനുവാദം അയച്ചിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 9 ദിവസം ഞാൻ അവിടെ ഇരിക്കും. ഒരു നേരം ആഹാരം 9 ദിവസം ഒരു നേരം ആഹാരം കഴിക്കുള്ളൂ. കഴിച്ചിട്ട് അമ്മയുടെ മുമ്പ് 3 നേരവും പോയി തൊഴും. ഒരു പ്രാവശ്യം 9 ദിവസവും അമ്മയുടെ അകത്ത് ഡ്യൂട്ടി നോക്കി, ദേവിയുടെ നടയിൽ ഡ്യൂട്ടി നോക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെയൊക്കെ ഇറക്കി വിടണേ. അത് ഞാൻ അവിടെ ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്തിനാണ് അമ്മ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ, ഡ്യൂട്ടി നോക്കണം. അത്രയും സമയം ദേവിയല്ല മുമ്പേ അമ്മയെ കണ്ടു നിൽക്കാം. ഈ സമയത്ത് അമ്മയെ കാണുക എന്ന് പറഞ്ഞാൽ പാടാണ്. ആളുകളെല്ലാം ഇങ്ങനെ ഓടിച്ചു വിടാനേ പറ്റത്തുള്ളൂ ഈ നവരാത്രി സമയത്ത്. ആ സമയത്ത് 9 ദിവസവും ഡ്യൂട്ടി നോക്കാൻ പറ്റി.
ഒക്കെ ഒരു സമയത്തുള്ള ആഗ്രഹങ്ങൾ അമ്മ എല്ലാം സാധിച്ചതെന്ന് വേണം പറയാൻ. അവിടെ മെയിനായിട്ട് മൂകാംബികയിൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ എൻ്റെ ഗുരുവിൻ്റെ ഞാൻ ഗുരുവാണ് എന്നെ കൊണ്ടുപോണേ. വളരെ കൊച്ചു പ്രായത്തിൽ ഞാൻ 16 വയസ്സിലാണ് ആദ്യമായിട്ട് മൂകാംബി പോണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിൽ വല്ല കാലത്തും പോകാനായിട്ട് അങ്ങനെ എനിക്ക് നിവർത്തിയില്ല. ഞാൻ വെച്ചിട്ട് ആദ്യമായിട്ട് പോകാൻ തുടങ്ങിയത് കേരള കൗമുദിയിൽ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ് ഒരു പന്തി ഉണ്ടായിരുന്നു, കേരള കൗമുദി വീക്കിലിയിൽ. അത് എഴുതാൻ വേണ്ടി അന്ന് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ അന്ന് എഴുതി കിട്ടുമ്പോൾ 250 രൂപ കിട്ടും ഒരു എപ്പിസോഡ്, ഒരാഴ്ച എഴുതുമ്പോൾ. അങ്ങനെ 4 ആഴ്ച എഴുതുമ്പോൾ 1000 രൂപ കിട്ടും. ഈ 1000 രൂപ ഞാൻ ഒന്നിനും എടുക്കില്ല, എഴുതി കിട്ടുന്ന പൈസയാണ്. ഇതിനെ വച്ച് ഞാൻ അവിടുന്ന് ബസ്സൊക്കെ കയറി അവിടെ പോയി അമ്മയെ കണ്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴും ഒരു 250 രൂപ ബാക്കിയാണ്. അത്രയ്ക്ക് ലുപ്തിച്ച് കാണുന്ന ബസ്സിലൊക്കെ കയറി പോവും. ഇന്നിപ്പം വലിയ മറ്റേ ട്രെയിനിൽ പോകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കി പോകും. കാരണം ആദ്യം ശല്യം ഇല്ലാതെ ഒതുങ്ങിയിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അന്ന് ബസ് കയറി അവിടെ ചെന്ന് 50 രൂപയ്ക്ക് ഏതെങ്കിലും ലോഡ്ജൊന്നും ഇല്ല. ഈ വീടുകളുടെ ഈ ബ്രാഹ്മിൺസ് വീടുകളുടെ സൈഡിൽ ഒരു ബെഡ്ഷീറ്റും തരും. ഇത് നോക്കാം, അന്ന് 50 രൂപ കൊടുക്കുമ്പോൾ അവർ വളരെ പവിത്രതയാണ് വാങ്ങിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 2000 ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്താൽ അവർ ഒന്നുകൂടി ഞെരടി നോക്കും അകത്ത് വേറെ നോട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്രയ്ക്ക് പൈസയ്ക്ക് വിലയില്ലാതെയായി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ്